അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പൊന്നുമോൻ അൻഷിഫും തൻ്റെ മരുമകൾ ബുഷിയും എങ്ങോട്ടോ പുറത്ത് പോയിട്ടുണ്ട്. അതെ, അവർ അവരുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുവാൻ വേണ്ടി പോയതായിരിക്കും. ഉമ്മ അതോർത്ത് അവിടെ ഇരിക്കുന്നു. എങ്ങനെയായാലും വേണ്ടില്ല, എൻ്റെ മോൻ അൻഷിഫും അവളും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി കഴിയണം എന്നത് മാത്രമായിരുന്നു ആ ഉമ്മയുടെ പ്രാർത്ഥന. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് കിട്ടിയ മരുമകൾ, ആ പെണ്ണ് നല്ലൊരു മോളാണ്, എല്ലാം കൊണ്ടും നല്ല മോളാണ് ബുഷി. ആ സ്നേഹം എന്നും നിലനിർത്തണ റബ്ബേ. ആ ഉമ്മ അതായിരുന്നു പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ അൻഷിഫിന് നല്ല കുറ്റബോധമുണ്ട്. അവൻ പല തവണകളായി ബുഷിയോട് പറഞ്ഞു, ബുഷി, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ ജീവിച്ചാൽ ഒരു പക്ഷേ നിനക്ക് നല്ല ജീവിതം ലഭിക്കില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ പൊന്നു ബുഷി, ഇക്കാക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് പറയാണ്, ഞാൻ നിന്നെ ഡൈവേഴ്സ് ചെയ്തു തരാം. നീ എന്നിൽ നിന്ന് ഒരു പക്ഷേ മോചിതയായാൽ നിനക്ക് നല്ലൊരു ജീവിതം, നിൻ്റെ ഭാവി ജീവിതം നിനക്ക് നല്ല ഹാപ്പി ആക്കാമല്ലോ. ഇക്ക പ്ലീസ്, ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട. ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും നിങ്ങളോട് പറയുന്നില്ല. ബുഷി, എന്തു പറ്റി? ഒന്നും ഉണ്ടായിട്ടല്ല. എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടല്ലോ. ഞാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ. അതില്ലായിരുന്നു ഇതില്ല ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമാണ് നിങ്ങൾ തരുന്നത്. അതെ, നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം. ബുഷി, സ്വഭാവം അതൊന്നും അല്ലല്ലോ മെയിൻ കാര്യം, വേറെ പലതും ഉണ്ടല്ലോ. എൻ്റെ പൊന്നിക്ക, സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ മതി. എന്നാൽ സിനാൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തൻ്റെ ഭർത്താവിനോടൊന്ന് തുറന്നു പറഞ്ഞാലോ എന്നവൾ വിചാരിച്ചു. ഇനി ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ശത്രുതയുണ്ടായിരിക്കും. എൻ്റെ ഭർത്താവ് അയാളെ വെറുക്കും. അതുമാത്രമല്ല, ആ സ്ഥിതിയിൽ അതാ സിനാൻ ആ ഫോട്ടോ എടുത്ത്, ആ പഴയ ഫോട്ടോ അല്ല, ക്യാൻറ്റീനിൽ വെച്ച് ചായ കുടിച്ച ഫോട്ടോ എടുത്ത് കാണിക്കും. അതെ, അവൻ പറഞ്ഞല്ലോ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നെക്നെക്ക് ഫോട്ടോ വരെ ഇറക്കും, ഞാൻ വെബ്സൈറ്റിൽ ഇടും, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവനെ, എന്തൊരു ചതിയനാണ് അയാൾ. ഞാൻ കരുതി നല്ല ഡോക്ടറാണെന്ന്. പക്ഷേ അയാൾ എന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആലോചിച്ചുകൂടാ. എന്നാൽ ഈ സമയം അതാ ഷാമിൽ ഹോസ്പിറ്റലിൽ. അത് സിനാൻ ഡോക്ടർ അവൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. സിനാൻ ഡോക്ടർ എൻ്റെ ബുഷിയെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ അവനിൽ ഇല്ലാതില്ല. എന്നാൽ അന്നും അതാ ഡോക്ടർ വന്ന സമയം, അന്ന് ബുഷി വന്നിട്ടില്ല. അന്ന് ബുഷി ലീവാണ്. അന്ന് നമ്മുടെ അൻഷിഫ് സാറും ലീവാണ്. എന്നാൽ സിനാൻ അതാ ഉപ്പയെ നോക്കുവാൻ വേണ്ടി അങ്ങോട്ടെത്തി. എങ്ങനെയുണ്ടുപ്പാ? ആ മോനെ, സുഖമുണ്ട്. എന്നാൽ പിന്നെ ഡിസ്ചാർജ്? എന്നാൽ പെട്ടെന്ന് ഷാമിൽ പറഞ്ഞു, ഡിസ്ചാർജ് 2 ദിവസം കഴിഞ്ഞിട്ടായിക്കോട്ടെ, കുഴപ്പമില്ല മോനെ. അതെന്താ? ഒന്നുമില്ല. എന്നാൽ ഉപ്പ ചോദിച്ചു, അല്ല ഡോക്ടറെ, ആ കുട്ടി എവിടെ? മറ്റേ കുട്ടി, എനിക്ക് വേദന ഇല്ലാതെ ഇഞ്ചക്ഷൻ വരുന്ന കുട്ടി എവിടെ? ഇന്നിപ്പോൾ 6 ഇഞ്ചക്ഷൻ വെച്ചിട്ട് എനിക്ക് വേദനയാണ്. ആ കുട്ടി എന്നെ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അറിയില്ല, നല്ലൊരു മട്ടത്തിൽ അതിനെ വെക്കും ബിസ്മിയും ചൊല്ലിയിട്ട്. ആ കുട്ടി. എന്നാൽ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, കുട്ടി, സിസ്റ്റർമാരായാലും ചിലർ കള്ളത്തികളുണ്ടാവും, ചിലർക്ക് ദുഷ്ട സ്വഭാവമുള്ള വാശിക്കാരികളൊക്കെ ഉണ്ടാവും. അവരെ ഒന്ന് വെച്ച് പൊറപ്പിക്കാൻ ഞാൻ ഉണ്ടാവില്ല. എൻ്റെ കൂടെ നിന്ന് അവർ വേണമെന്നൊന്നുമില്ല. നല്ല രീതിയിൽ മാനമര്യാദയിൽ ജോലി ചെയ്യണവരാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം. അല്ലാതെ വാശിയും ദേഷ്യവും കുറുമ്പും കൊണ്ടൊക്കെ നിൽക്കുകയാണെങ്കിലേ അവർ പോണ വഴിക്ക് പോട്ടെ എന്ന് വെക്കും. ശരിക്കും അതിൽ എന്തൊക്കെയോ ഒന്ന് അടങ്ങിയതുപോലെ ഷാമിലിന് തോന്നി. അതെ, ആ വാക്കിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അതിലെന്തൊക്കെയോ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് തോന്നി. എന്നാൽ അന്ന് ഡ്യൂട്ടിക്കൊന്നും പോകാതെ അതാ അവർ 2 പേരും വീട്ടിൽ. ഉമ്മ ചോദിച്ചു, അല്ല മക്കളെ, ഇന്ന് ഡ്യൂട്ടിക്കൊന്നും? ഇല്ലുമ്മ, ഇന്ന് ഡ്യൂട്ടിക്കൊന്നും പോകണില്ല. ഇന്ന് ഞാനും ബുഷിയും നല്ലൊരു ലോകം ഇവിടെ കെട്ടിപ്പടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബുഷിക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ശരിക്കൊന്ന് കിട്ടിയപ്പോൾ തന്നെ വല്ലാത്ത സന്തോഷമായിരുന്നു. ഒന്നിനല്ലെങ്കിൽ ഒന്ന് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കാനും സംസാരിക്കുവാനും. അദ്ദേഹം സുന്ദരനാണ്, സുമുഖനാണ്, ഭംഗിയുള്ള മനോഹരമായ കണ്ണുകളാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുമാത്രം വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം. എങ്കിലും അവൾക്ക് എന്തെന്ന് ഇല്ലാത്തൊരു സ്നേഹമായിരുന്നു അവനോട്, ഒരു അനുകമ്പയായിരുന്നു. എന്നാൽ അതാ അന്നും സിനാൻ വിളിക്കുന്നു, അല്ല ബുഷി, എന്താ ഡ്യൂട്ടിക്ക് വരാതിരുന്നത്? ഡ്യൂട്ടിക്ക് വരാതിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയെങ്കിലും ചെയ്തൂടെ? നിങ്ങൾ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. സർ, അത്
വേണ്ട, എനിക്കറിയാം. ഇന്ന് ഭർത്താവും ഭാര്യയും ലീവ് എടുത്ത് അവിടെ സുഖിക്കുകയായിരിക്കും അല്ലേ സർ? അയാൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, നാളെ ഡ്യൂട്ടിക്കുണ്ടെങ്കിൽ നേരത്തെ പറയണം, മനസ്സിലായല്ലോ? അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഹോസ്പിറ്റൽ വിട്ട് പോകാം. എന്നാൽ അത് കേട്ടപ്പോൾ ബുഷിക്ക് ഒന്ന് അവളുടെ മനസ്സ് പിടിച്ചു. പക്ഷേ അത് പോകുന്നത് നീ മാത്രമായിരിക്കില്ല. നിൻ്റെ കൂടെ നിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനങ്ങ് സെൻഡ് ചെയ്യും. അതും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. അവൾ നിന്ന് വിയർത്തു. എന്തു പറ്റി ബുഷി? ഒന്നുമില്ല ഇക്ക, നമുക്ക് മറ്റൊന്നും ആലോചിക്കണ്ട, നമുക്ക് നല്ല ജീവിതത്തിലേക്ക് കടക്കാം അല്ലേ മോളെ? എൻ്റെ കൂടെ ജീവിക്കാൻ നീ ഇപ്പോഴും തയ്യാറാണോ? നിനക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നുമില്ലേ? എന്തിക്ക? അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ എല്ലാവർക്കും പടച്ചിറപ്പ് ഓരോന്ന് കൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. എനിക്ക് കൽപ്പിച്ചത് ഇതായിരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, ഞാൻ റാഹത്താണ് ഈ ജീവിതത്തിൽ. എങ്കിലും അയാൾക്ക് വിഷമം തോന്നി. കാരണം ഒരു പെണ്ണാണ്, ഒരുപാട് പ്രതീക്ഷയോടെ കടന്നു വന്നതായിരിക്കും. എന്തൊക്കെ തന്നെയാലും വിവാഹം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ചേരുന്നതാണ്. പക്ഷേ എനിക്കും അവൾക്കും ചേരാൻ കഴിയുന്നില്ലല്ലോ. വെറുതെ ശരീരമൊന്ന് മുട്ടിയിരുമുക എന്നത് മാത്രമല്ലല്ലോ ജീവിതം. ശരിക്കും കുഞ്ഞുങ്ങളുണ്ടാകണമല്ലോ. അങ്ങനെ അവൻ്റെ മനസ്സിൽ ഓരോന്ന് വന്നു. ഒരിക്കലും ബുഷിയുടെ ഭാവി ജീവിതം ഞാൻ നശിപ്പിക്കില്ല എന്നും അവൻ മനസ്സിൽ കരുതി. ഇല്ല, അത് നശിപ്പിക്കില്ല. അവളുടെ ഭാവി ജീവിതം, അവൾക്ക് നല്ല ജീവിതമുണ്ടാകട്ടെ. എന്നാൽ പിറ്റേ ദിവസം അതാ അവൻ ഡ്യൂട്ടിക്ക് പോകുവാൻ നിൽക്കുമ്പോൾ, ബുഷി നീ ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? പോയിക്കോ, ഇനി ലീവ് എടുക്കണ്ട. ഇപ്പോഴത്തെ 2 ദിവസം പോലെ ആയില്ലേ, ചെല്ല്, നീ ഡ്യൂട്ടിക്ക് വാ. കാരണം അതെ, വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനാണ്. തൻ്റെ ഭർത്താവ് അൻഷിഫ് ഉണ്ടാകുമ്പോൾ സന്തോഷമാണ്, പക്ഷേ ഒറ്റക്കാവുമ്പോഴേ വല്ലാത്തൊരു വിഷമാണ്. എന്നാൽ അതാ അവൻ തന്നെ പറയുന്നു, ബുഷി പിന്നെ എന്നെ വിളിച്ചിരുന്നു സിനാന്. എന്താ പറഞ്ഞത്? ബുഷിയോട് ഞാൻ കർക്കശമായി പെരുമാറിയിട്ടുണ്ട്, അത് ക്ഷമിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ അവളൊന്ന് സ്മാർട്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ, അല്ലാതെ അവളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമില്ല. അവളൊന്ന് സ്മാർട്ടായിട്ട് ഒന്നും കൂടി മുൻപന്തിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് അവളെ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അവളെ ഞാൻ ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നത്, അല്ലാതെ അവളോടുള്ള ദേഷ്യത്തിനൊന്നുമല്ല എന്ന് പ്രത്യേകം പറയണം. എന്നാൽ അത് നമ്മുടെ സിനാൻ പറയുന്നു, ബുഷി അൻഷിഫിന് നിന്നോട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. നിന്നോട് ഒരു വാത്സല്യം ഉണ്ടായിരുന്നു, നിന്നോട് കൂടുതൽ സ്നേഹം ഉണ്ടായതുകൊണ്ട് നീ ആക്റ്റീവ് ആവാൻ കൂടി വേണ്ടിയിട്ടാണ് അവന് ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല അവൻ്റെ മനസ്സിലെന്നും. എന്നാൽ ബുഷിക്ക് അവൻ്റെ ആ ഒരു പ്രവൃത്തികൾ അവൻ ചെയ്യുന്ന അത് അവളുടെ മനസ്സിലേക്ക് വന്നു. അവളൊന്നും മിണ്ടിയില്ല. എന്താ ബുഷി, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അത് ഒന്നുമില്ല. എന്നാൽ അങ്ങനെയതാ അവർ 2 പേരും ഡ്യൂട്ടിക്ക് പോകുന്നു. എന്നാൽ അവിടെ ഗേറ്റിനരികിൽ തന്നെ നമ്മുടെ സാർ കാർ ഇറങ്ങി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ അൻഷിഫിൻ്റെ അടുത്തേക്ക് പോയി. അൻഷിഫ്, എന്തൊക്കെയുണ്ട്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അത് നിറഞ്ഞ പുഞ്ചിരിയോടെ അൻഷിഫിനെ അവൻ വരവേറ്റു. എന്നാൽ ബുഷിയുടെ ഭാഗത്തേക്ക് വല്ലാതെ അങ്ങ് ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ അവളോട് പറയുന്നത് കാര്യമാക്കണ്ട കേട്ടോ. ഞാൻ അവളോട് അല്പം ദേഷ്യത്തിൽ തന്നെയാണ് പറയാറുള്ളത്. കാരണം ഒരുപാട് കാര്യങ്ങൾ തെറ്റാവർത്തിക്കുമ്പോഴൊക്കെ നമുക്കത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞാൻ പറയും. അവളെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ പിഴവുകളുണ്ടെങ്കിലൊക്കെ ഞാൻ പറയും. അതൊന്നും വിഷയമാക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അത്രക്കും അവൾക്ക് പരിഗണന നൽകുന്നത്. എൻ്റെ കൂട്ടുകാരനാണ് നീ, എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ് അവൾ. അപ്പോൾ അവൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാര്യമൊന്നുമില്ല, ഞാൻ അവളെ കൂടുതൽ PT എടുത്തു കൊടുക്കുന്നുണ്ട്, അതായത് പേഴ്സണൽ ട്രെയിനിങ്. ഈ കാര്യത്തിലൊക്കെ മറ്റുള്ളവർക്കൊന്നും അവർക്ക് ഞാൻ കൊടുക്കുന്നില്ല. പലപ്പോഴും എനിക്ക് അവളോട് ഒറ്റപ്പെട്ട് സംസാരിക്കേണ്ടി വരും. എന്നാൽ അത് കേട്ടപ്പോൾ അവൻ്റെ മുഖമങ്ങ് വല്ലാതെയായി. എന്തു പറ്റിയടാ? അല്ല, അത് ഒറ്റക്കൊക്കെ അങ്ങനെയല്ല, ഞാൻ അവളുടെ ഡോക്ടറാണ്, അവൾ എൻ്റെ ശിഷ്യയായിട്ട് വരും. അപ്പോൾ എനിക്ക് അവളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട്. പിന്നെ അവളായതുകൊണ്ട് അല്പം ദേഷ്യപ്പെടുകയും ചീത്ത പറയുകയും ചെയ്യും. അതൊന്നും കരുതണ്ട, പെട്ടെന്ന് എക്സ്പീരിയൻസ് ആകുവാനും എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടുവാനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അത്. അല്ലാതെ അവളോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടായിട്ടല്ല. ശരിക്കും സിനാൻ അത്രക്കും
ഇമോഷണലായിട്ടാണ് അത് പറഞ്ഞത്. എന്നാൽ അത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അതാ നമ്മുടെ അൻഷിഫ് അവൻ്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നു. ഏയ് സാരല്ലടാ, അതൊക്കെ നോ പ്രോബ്ലം. എന്തായാലും ഇന്ന് ബുഷിക്ക് നൈറ്റ് അല്ലല്ലോ, അതും വലിയൊരു കാര്യം. എന്താ നൈറ്റ് ബുദ്ധിമുട്ടാണോ? നൈറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ പകലേ തന്നെ എടുക്കാം, പക്ഷെ ചില സമയത്ത് നൈറ്റ് വേണ്ടി വരും. അപ്പോൾ അത് മാറി മാറി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരെയിരിക്കും. ശരിക്കും അതാ അൻഷിഫിനെ കയ്യിലെടുക്കുകയാണ് സിനാൻ. നല്ല സ്നേഹത്തോടു കൂടെ, നല്ല ബഹുമാനത്തോടു കൂടെ അവനോട് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ബുഷിയോട് കാര്യമായിട്ടൊന്നും അവനൊന്നും പറഞ്ഞില്ല. എന്നാൽ അല്പം ഗൗരവമുള്ള മുഖത്തോടെ തന്നെ അവളെ മുഖത്ത് നോക്കി, ബുഷി കമോൺ. എന്നാൽ ബുഷി ദയനീയമായി അതാ അവളുടെ ഭർത്താവിനെ നോക്കി, പോയിക്കോ മോള് പോയിക്കോ. അവന് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലേ അത് കാര്യമാക്കണ്ട. എന്നോട് പറഞ്ഞവന് ഞാൻ അവളോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, എനിക്ക് അവളോട് ഇഷ്ടം ഉണ്ടായിട്ടാണ്. അതായത് നിങ്ങൾ രക്ഷപ്പെടണം, എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ആയി വന്നെങ്കിലല്ലേ മറ്റേ സിസ്റ്റേഴ്സിനേക്കാളൊക്കെ കൂടുതലായിട്ട് അവൾക്കതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. എന്തൊക്കെ തന്നെയാണ് തൻ്റെ ഭർത്താവ് അതെ സിനാനെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുന്നു എന്നവൾക്ക് തോന്നി. ഇക്ക മോള് പോയിട്ട് വാ, പിന്നെ അവന് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അവൾ അതാ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. എന്നാൽ ആദ്യമൊന്നും സിനാൻ ഒന്നും മിണ്ടിയില്ല. അല്പം ഗൗരവത്തോടെ തന്നെയാണ് നടക്കുന്നത്. അവരുടെ ആ ഒരു ബൂട്ടിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു. ബുഷ്ര, എന്താ നിനക്കൊന്നും നാവില്ലേ സംസാരിക്കാൻ? എന്താണ് ഒരു ലീവ് എടുക്കുമ്പോഴൊക്കെ പറഞ്ഞു പോകണ്ടേ? സർ ഞാൻ പിന്നെ ഓരോ സ്ഥാപനത്തിൽ അതിൻ്റേതായ ചില നിയമങ്ങളും റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണെങ്കിൽ ഇവിടെ പരിപാടി നടക്കില്ല. ഓക്കെ? എന്താടേ ഇന്നലെ വരാതിരുന്നത്? അയാളുടെ ആ ഒരു ഭയാനകമായ ശബ്ദം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ ബുഷ്ര, ഭർത്താവിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയോ ഇല്ലയോ? എന്നാൽ അവൾക്ക് ദേഷ്യം വന്നു. സർ, അവൾക്ക് വിതുമ്പി, അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്താടി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം താ, എന്തെങ്കിലും കിട്ടിയോ? എന്നാൽ അവൾ അല്പം ദേഷ്യത്തോടെ അവനെ നോക്കി. ഓഹോ, നീ എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ? എന്തിനാ? എന്നാൽ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. എന്ത് പറയണമെന്നറിയുന്നില്ല. എന്നാൽ അതാ പെട്ടെന്ന് ഉപ്പാക്ക് ചായയുമായി പോകുന്ന ഷാമിൽ അത് കാണുന്നു. അതെ ബുഷിയോട് അയാൾ എന്തോ കാര്യമായിട്ട് പറയുന്നു. ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ ചോദിച്ചു, എന്താ സാറേ? ഒരു നിമിഷം അയാൾ ഞെട്ടിത്തിരിഞ്ഞു. ആരാണ് എന്നെ എങ്ങനെ വിളിക്കാൻ മാത്രം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ആ മുഖം അവൻ്റെ മനസ്സിലേക്ക്. ഓഹോ, നീയോ? എന്ത് പ്രശ്നം? നിൻ്റെ പ്രശ്നം എന്താ സാറേ? സാറിനെ ഒരു നോട്ടം നോക്കി അവൻ ചായയുമായി പോയി. ഓ, എന്താ അവൻ്റെ ഒരു ഗമ! കോഴിമുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് അവന് 4 ആനൻ്റെ ശക്തിയാണ്. അവൻ്റെ നോട്ടം കണ്ടില്ലേ? ഇങ്ങനത്തെയൊക്കെ മര്യാദക്കൊന്ന് സുഖസുന്ദരമായി ജീവിക്കാനും സമ്മതിക്കാത്ത ആളുകൾ. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൽ അതാ അവനോടുള്ള ദേഷ്യം പുകഞ്ഞു പൊന്തുകയായിരുന്നു. ആ ഡോക്ടർ ഉപ്പയെ നോക്കാൻ വരുമ്പോൾ എന്തെങ്കിലും പണി കൊടുക്കാൻ ഞാൻ പറ്റില്ല. ശരിക്കും ഷാമിലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അതെ, ഷാമിലിൻ്റെ മനസ്സിൽ അത് ഡോക്ടർ അൻഷിഫായിരുന്നു. അൻഷിഫ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? എൻ്റെ ബുഷിയെ ഇവൻ നന്നായി മുതലെടുക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. ശരിക്കും ഷാമിലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അതൊക്കെ ഒന്ന് തുറന്നു പറയണം എന്നൊക്കെ തോന്നി. എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ ചായ ഉപ്പയുടെ റൂമിൽ കൊണ്ടുപോയി വെച്ച് അവൻ തിരിച്ചു വന്നപ്പോൾ അതാ ആ കണ്ട കാഴ്ച. ബുഷിയുടെ മുഖത്തേക്ക് മുഖം ചേർത്ത് നിർത്തുന്ന രീതിയിൽ, അവളോട് അല്പം കർക്കശമായിക്കൊണ്ട് തന്നെ എന്തോ കൽപ്പിക്കുന്ന രീതിയിൽ അവൻ്റെ ആ ഒരു കടുത്ത കണ്ണുകൾ അവളുടെ കണ്ണുകളിലേക്ക് ശരിക്കും കോർത്ത് വെച്ച പോലെ അവളാകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഒരു ഫീല്. എന്താടി നീ ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലല്ലേ? പിന്നെ എൻ്റെ കയ്യിൽ നിൻ്റെ ഫോട്ടോസ് സ്റ്റോക്കുണ്ട്, നിൻ്റെയും മറ്റവൻ്റെയും. അത് ഞാനങ്ങ് ഫ്ലാഷാക്കി വിടും മൊത്തം. നീ വെറുതെ വേണ്ടാത്ത നിൽക്കണ്ട. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനനുസരിച്ച് നീ നിൽക്കണം. അവൾ ഭയത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി.
പിന്നെ എന്തൊക്കെ തന്നെയായാലും ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നിന്നെ വിടുകയുള്ളൂ. ഇന്ന് വേണമെങ്കിൽ ഉച്ചവരെ കഴിഞ്ഞ് നിനക്ക് റെസ്റ്റ് എടുക്കാം. എന്നാൽ ഇന്ന് നൈറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കില്ല. പകരം എൻ്റെ കൂടെ ഒരു കറക്കം. നിൻ്റെ ഭർത്താവിനോട് പറയണം നൈറ്റ് ഡ്യൂട്ടിയാണെന്ന്. ഇന്ന് ഉച്ചവരെ മാത്രം നിനക്ക് ഡ്യൂട്ടി, പിന്നെ ഫ്രീ വീട്ടിലേക്ക് പോകാം. പക്ഷേ നൈറ്റിൽ നീ വേണം. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, എനിക്ക് പോകണമെന്ന് തന്നെ പറയണം. അതുമാത്രമല്ല, ഇന്ന് നിൻ്റെ കൂടെ എനിക്കൊരു കറക്കമായിരിക്കും രാത്രി. എന്നാൽ അത് കേട്ട അവൾ ഞെട്ടി. സാറേ വേണ്ട, ഒരിക്കലും ഞാൻ വരില്ല. അവൾ കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നത് അതാ ശരിക്കും ഷാമിൽ അവിടെ നിന്ന് കാണുന്നു ഭയത്തോടു കൂടെ. എന്നാൽ അതാ അദ്ദേഹം അവളെ മുട്ടിയുരുമ്മിക്കൊണ്ട് അങ്ങ് അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അതേ, എൻ്റെ കൈകളിൽ നീ സുരക്ഷിതയായിരിക്കും. അതെവിടെ പോവുകയാണെങ്കിലും നമുക്ക് ആകാശ സർവീസ് നടത്താം രണ്ടുപേർക്കും. എന്താ, പല പല രീതിയിലുള്ള റൈഡുകളിൽ കയറി മറിയാം. എന്താ, നിൻ്റെ ഭർത്താവ് ഒരു പൊണ്ണനാണ്, അയാൾ അതിനൊന്നും കിട്ടൂല. അതിനിടയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളിലേക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് മാറുന്നു. എന്നാൽ അവൻ്റെ ആ ഒരു കൈകൾ അതാ ബുഷിയെ തടുക്കുന്നു. എങ്ങോട്ടാ? എന്നാൽ ഷാമിലിനത് കണ്ട് സഹിച്ചില്ല. അവൻ പെട്ടെന്ന് അവിടെ ഓടിയെത്തി തടുത്ത കൈകൾ അവൻ്റെ കൈകളിലേക്ക് കൊണ്ട് ഒന്നിങ്ങോട്ട് വീശുന്നു. എന്താ സാറേ? അവൻ്റെ കോളർ അവനല്പം ഉറക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ സാറേ, എന്താ പ്രശ്നം? എന്താ കുട്ടിക്ക് എന്താ ഇവിടെ പ്രോബ്ലം? കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നില്ല. എന്താ സാറേ? സിസ്റ്റർമാരോടൊക്കെ എങ്ങനെയാണോ സാറേ പെരുമാറുക? എടാ പോട്, നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അതെ, അവളെൻ്റെ ഭാര്യയാണ്, അത് നിനക്കറിയോ? സാറേ, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതെ, ഭാര്യയല്ല, ഭാര്യയുടെ രീതിയിൽ ചിന്തിക്കുന്ന ആൾ അല്ലേ? ഞാൻ ഭാര്യയാക്കാൻ ശ്രമിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട അതിനെക്കുറിച്ച്. സാറേ, എന്തിനാണ് സാറേ ഈ ഹോസ്പിറ്റലിലെ പേര് വെറുതെ കളയണത്? എടാ, നിനക്ക് നിൻ്റെ ഡ്യൂട്ടി പോയി നോക്കാം. ഞങ്ങൾ ഡോക്ടർ സിസ്റ്റർമാർ പലതും സംസാരിക്കും. അതിൽ നീ ഇടപെടാൻ ആരാ? നീ ഇടപെടാൻ ആരുമല്ല അതിൽ. നിനക്കതിന് അവകാശമില്ല. ബുഷി, പറഞ്ഞു കൊടുക്ക് അവനോട്. ഫോട്ടോ അതും അവൻ അതിനിടയോട് പറഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞു, ഷാമിൽ പോയിക്കോ. ബുഷി, അതെ, ഷാമിൽ പോയിക്കോ. ഒരിക്കലും ഞങ്ങളെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഷാമിൽ പോയിക്കോ. ശരിക്കും അതാ അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഷാമിൽ ഞെട്ടി. പക്ഷേ ബുഷി പേടിച്ചിട്ടാണെന്ന് പറയുന്നത് എന്ന് അവൾക്ക് അറിഞ്ഞില്ല. ഷാമിൽ പ്ലീസ്, ഷാമിൽ പോയിക്കോ പ്ലീസ്. എന്താടാ, നിനക്ക് അവൾ ഇഷ്ടമായിരുന്നു അല്ലേ? നല്ല അടിപൊളിയായി ജീവിച്ചിട്ടുണ്ടാവുമല്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. സാറിൻ്റെ മനസ്സിലുള്ള ചിന്തകൾ ഇവിടെ ഏറെക്കുറെ എനിക്ക് മനസ്സിലായി. അത് എന്താ, ഇവിടെ നാട്ടുകാരോട് ഞാൻ പബ്ലിസിറ്റി ചെയ്യണോ? ശരിക്കും ഷാമിലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട അപ്പോൾ തന്നെ നേരെയതാ ബുഷിയുടെ അരികിലേക്ക് സിനാൻ ഓടിയെടുത്തു. പറഞ്ഞു വിടടി അവനെ, പറഞ്ഞു വിടാനാ പറഞ്ഞത്. അല്ലെങ്കിലുണ്ടല്ലോ നിൻ്റെ ഫോട്ടോസ് മുഴുവൻ ഞാൻ അങ്ങ് മുന്നിൽ വിതറി കൊടുക്കും. അതെ, സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടേ ഒന്ന് ഷെയറായി പോകാൻ ഒരു പണിയില്ല. അതെ, പ്രശാന്തി ഹോസ്പിറ്റലിലെ നഴ്സ് പേഷ്യൻറ്റുമായി അവിഹിതം പറഞ്ഞുണ്ടാക്കാനും ചെയ്യാനും നോ പ്രോബ്ലം എനിക്ക് കഴിയായില്ല. ഇറങ്ങിപ്പോടാ. എന്നാൽ അതാ അവൾ പറയുന്നു, ബുഷി, ഷാമിൽ പോയിക്കോ. എന്താ? ബുഷി എന്തൊക്കെ ഭയപ്പെടുന്നുണ്ട്, അതവനക്ക് തോന്നി. അതെ, ബുഷിയുടെ ജീവിതം സുഖസുന്ദരമല്ല ഒരിക്കൽ പോലും. അതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഷാമിൽ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. കാര്യം അവളുടെ ഭർത്താവിനോടൊപ്പമല്ല, കൂടുതൽ സിനാന് അവളെ മുതലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കുക തന്നെ വേണം. ശരിക്കും ഷാമിലിൻ്റെ സിരകളിൽ രക്തം തിളച്ചു തുടങ്ങി. എൻ്റെ ബുഷിയെ അവനെ വിട്ടുകൊടുക്കില്ല. അവളുടെ ഭർത്താവിൻ്റെ കൂടെ കഴിയുകയാണെങ്കിൽ എനിക്കത്ര പ്രശ്നമില്ല. പക്ഷേ ഇത് ആ ഡോക്ടർ അവളെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അവൾ ഓരോ കാര്യങ്ങളിലും അവന് അതൊരു ലഹരിയായി മാറിയിരിക്കുന്നു. എനിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അത് ഒരൊറ്റടിക്ക് ഡോക്ടറെ വീഴ്ത്തണം, അതാണ് വേണ്ടത്. പക്ഷേ ഹോസ്പിറ്റലായിപ്പോയി, പോലീസിനെ വിളിക്കും, കൊണ്ടുപോകും, നോ പ്രോബ്ലം, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ പെണ്ണിനെ ആരെങ്കിലും തൊട്ട് കളിക്കുകയോ അവളെ വിഷമിപ്പിക്കുകയോ ചെയ്താലുണ്ടല്ലോ, ഷാമിലിൻ്റെ വിവരം അറിയും.
ശരിക്കും അതാ ഷാമിൽ അല്പം ദേഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. എന്നാൽ ഈ സമയം അതാ അവളോട് സിനാൻ ഡോക്ടർ പറഞ്ഞു, കണ്ടില്ലേ നിൻ്റെ പഴയ കാമുകന് ദേഷ്യം കടിച്ചു പിടിച്ചിട്ട് പോകുന്നത്. മോളെ അവൻക്കൊരു പണി ഞാൻ കൊടുക്കൂട്ടോ, നീ വല്ലാതെ അങ്ങ് നോക്കണ്ട. എന്ത് പണി? നീ ഒന്ന് പോടി. ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്നെ വേണം. ആദ്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. സർ എന്നെ ചതിക്കരുത്, ഞാൻ ഭർത്താവുള്ള പെണ്ണാണ്. ആ കഴിവുകെട്ട ഭർത്താവുള്ള അതല്ലേ വേണ്ടത് നിനക്ക്? നിനക്കറിഞ്ഞിട്ടില്ല ജീവിതം എന്താണെന്നുള്ളത്. പക്ഷെ ബുഷി, എനിക്കൊരു കാര്യമുണ്ട്. നിൻ്റെ സൗന്ദര്യം എന്നെ ലഹരി പിടിപ്പിക്കുകയാണ്. ഞാൻ ഇത് ക്ഷമിച്ച് നിൽക്കുകയാണ്. ഞാൻ വിട്ടുകൊടുക്കില്ല ഒരാൾക്കും നിന്നെ. എനിക്ക് നിന്നെ തന്നെ വേണം ഉറപ്പായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഹോസ്പിറ്റലിലെ ആ റൂമിലേക്ക് ബുഷിയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നു. സർ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഇരിക്കടി, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ അയാൾ വാതിൽ ശക്തമായി അടച്ചു. ബുഷി വിങ്ങി പൊട്ടിക്കരഞ്ഞു. സർ എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് സർ. അവൾ വിതുമ്പിക്കരഞ്ഞു. എന്നാൽ അതാ സിനാൻ്റെ ആ ശക്തമായ കൈകൾ കൊണ്ട് അപ്പോഴേക്കും ബുഷിയെ അവൻ ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ബുഷി അവൻ ഉപദ്രവിക്കുമോ? അവൻ്റെ ആ പക വീട്ടുമോ? ഷാമിലിനോടുള്ള പക അവളോട് വീട്ടുമോ? എന്തായിരിക്കും അവൻ്റെ ഉദ്ദേശം? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.